എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കടലുണ്ടി ബോട്ട് സർവീസ് ആണ് കേട്ടോ. അതിന്റെ ചെറിയ ഭാഗങ്ങളായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് ഇങ്ങനെ പോണതൊക്കെ കാണാണ്ട്. ബാക്കിൽ കുറെ കക്കകളുടെ തോട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഈ മുത്തശ്ശൻ ഇപ്പൊ പൊളിച്ചോണ്ടിരിക്കണ സാധനത്തിന്റെ പേരൊന്നും അറിയില്ല. ഈ പാലത്തുമൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു സാധനത്തിന്റെ മാതിരിക്കാണ് കേട്ടോ നമുക്ക് കാണുമ്പോൾ തോന്നണത്. ഞാൻ വെറുതെ തോണി ഇങ്ങനെ തുഴഞ്ഞോണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഒരു ബോട്ട് വരുന്നത് കണ്ടത്. ആ ബോട്ട് എന്തായാലും ഞമ്മക്കുള്ളതാണ് ഞാൻ ഉറപ്പിച്ച് വെച്ചിട്ടോ മനസ്സിൽ. അതെ, ഒരു ട്രെയിൻ നമ്മളെ പാലത്തിന്റെ മേലെ കൂടെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ ഈ കാണുന്ന ദൃശ്യം. പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഓക്സിജൻ ഈ സുനാമി കൊടുങ്കാറ്റൊക്കെ അതിന്റെ ശക്തി കൊടുക്കും. നമ്മൾ നട്ടുപിടിപ്പിക്കുന്നതാണ്. പുതിയ ഒരു വിരിഞ്ഞ പോലെ അതിലേക്ക് വീണിട്ട് പിന്നെ മുളച്ചു. 2001 ഇവിടെ വെച്ചു. ഇവിടെ പലതരം പക്ഷികളുണ്ട് കേട്ടോ. ഈ കാടിന്റെ ഉള്ളിൽ മാത്രല്ല, അവിടെയും കുറച്ച് കാടൊക്കെ ഉണ്ട്. അതിന്റെ ഉള്ളില് നിറച്ച് പക്ഷികളാണ് കേട്ടോ. ഉണ്ടെങ്കിൽ മാത്രമേ കേട്ടോ ആ പക്ഷികളൊക്കെ കാണാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ചില പക്ഷികളൊക്കെ കാണാൻ പറ്റി, പക്ഷെ അധികം ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. വേലിയേറ്റമില്ലാത്തത് കാരണം ചില സ്ഥലത്തൊന്നും അധികം വെള്ളമില്ല. അത് മാത്രമല്ല കേട്ടോ, ഇവിടെ പല കളറ് തോണികളും അതുപോലെ ഏതോ ഇങ്ങനത്തെ ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കയാക്കിങ്ങും ഉണ്ട് കേട്ടോ. ആ കാണുന്ന പാലം കാണാൻ നല്ല രസമുണ്ട്. പണ്ട് നമ്മൾ ആലപ്പുഴ പോയ മാരിക്കൊക്കെ കണ്ടിട്ടോ ഇവിടുന്ന് ഇങ്ങനെ ഈ ബോട്ടിൽ ഇങ്ങനെ കേറി പോണേ കാണാന്. കായലിന്റെ നടുവിലൊരു കട കണ്ടിരിക്കണേ. കായലിന്റെ നടുവിലുള്ള ഒരു കടയാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കണത്. കായലിന്റെ നടുവിൽ ഇരുന്നിട്ട് ചായ ഒക്കെ ഇങ്ങനെ കുടിക്കുമ്പോ നല്ല രസമായി കേട്ടോ. നമ്മളിതേ ഈ കാടിന്റെ ഉള്ളിൽ കയറുകട്ടോ. ഈ കാടിന്റെ ഉള്ളില് നല്ല വൈബാണ്. ആമസോൺ കാടിൻ്റെ ഉള്ളിലേക്ക് ഒരു വഴിയില്ലേ, അത് മാരിക്കാണ് ഈ കാടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ. നോക്ക്, ഇത് 2021 മുളപ്പിച്ച ഒരു മരം ആയിരുന്നത്ര. ഇത് ഇത്രക്കായി എത്ര വർഷമായിട്ടുള്ളൂ? 5 വർഷമായിട്ടുള്ളൂ. അപ്പോത്തിന് ഇങ്ങനത്തെ കാടൊക്കെ ആയിട്ട് പറയുമ്പോൾ വിശ്വസിക്കാനൊന്നും പറ്റൂല. കാരണം അത്രക്കും തോനെ മരങ്ങളുണ്ട്.
നിങ്ങൾ ഈ കൊക്ക് നടക്കണ കാണുമ്പോൾ വിചാരിക്കും ഇതെങ്ങനെ നടക്കണേന്ന്. കാരണം ഉണ്ടല്ലോ അവിടെ തീരും വെള്ളമില്ല. എങ്ങനെ വള്ളത്തിലൂടെ ഞാനും പെട്ടെന്ന് വിചാരിച്ചു എങ്ങനെ ഈ വള്ളത്തിൽ കൂടെ ഈ കൊക്ക് നടക്കണേന്ന്. പിന്നെ വേലിയേറ്റില്ലാത്ത സമയത്ത് ഇങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ചിലപ്പെങ്കിൽ ആ കാടിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റൂല, കാരണം വെള്ളം ഉണ്ടാവില്ല. നിങ്ങൾ വിളിച്ചിട്ട് പരമാവധി വിളിച്ചിട്ടൊക്കെ വരാൻ നോക്കി വെക്കുക. ഇതേ കാണുന്ന റാമ്പ് കണ്ട പൊട്ടി നിൽക്കണേ, ആ റാമ്പ് 2001 പൊട്ടിയത്. അന്ന് കുറച്ച് ബോഗിയോള് ഈ കായലിലേക്ക് ചാടിയിട്ടുണ്ടായിരുന്നു. എത്രയോ ആൾക്കാർ, അന്ന് നല്ല വെള്ളമായിട്ടുള്ള സമയമായിരുന്നു, എത്രയോ ആൾക്കാർ മരിച്ചോ ഗൈസ്. അപ്പോൾ ഈ ട്രെയിൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ